ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നലെ നമ്മൾ ചിന്തിച്ച വിഷയം അപ്പസ്തലനായ പത്രോസ് തൻ്റെ ആദ്യത്തെ പ്രസംഗം അത് വളരെ വ്യക്തമായി ഇസ്രായേൽ ജനങ്ങളോട്, അല്ലെങ്കിൽ അവിടെ ചുറ്റും കൂടിയിരുന്ന ആ ജനതയോട്, നിങ്ങൾ തള്ളിക്കളഞ്ഞ, നിങ്ങളുടെ മുൻപിൽ ദൈവം എല്ലാവിധ സാക്ഷ്യങ്ങളും കൊടുത്ത യേശുവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചു, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു, ആ കാര്യത്തിന് മാത്രം നിങ്ങൾ അവനെ ഉപയോഗിച്ചു. എന്നാൽ നിങ്ങൾ അവനെ ക്രൂശിക്കാൻ, മരണത്തിന് വിട്ടുകൊടുത്തു. എന്നാൽ മരണപാശങ്ങളോ മരണത്തിനോ അവന് പാതാളത്തിനോ അവനെ കീഴ്പ്പെടുത്താനോ അവനെ ഒന്നും ചെയ്യാനോ സാധിച്ചില്ല എന്നുള്ള പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ 1-2 വാക്യങ്ങളാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു പോയത്. ഒന്ന് അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 25 മുതൽ വാക്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്. ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ സദാ എൻ്റെ മുൻപിൽ ദർശിച്ചിരിക്കുന്നു, ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതു ഭാഗത്തുണ്ട്. ഇതു നിമിത്തം എൻ്റെ ഹൃദയം ആഹ്ലാദിച്ച് എൻ്റെ നാവ് ആനന്ദിച്ചു, മാത്രമല്ല എൻ്റെ ശരീരം പ്രത്യാശയിൽ വസിക്കും. എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. ജീവൻ്റെ വഴികൾ അവിടുന്ന് എന്നെ അറിയിച്ചു, അവിടുത്തെ സാന്നിധ്യത്തിൽ എന്നെ ആഹ്ലാദം കൊണ്ട് നിറയ്ക്കും. നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള, പ്രത്യേകിച്ച് പത്രോസിനും അപ്പസ്തോലന്മാർക്കും എല്ലാവർക്കും ഏറ്റവും പരിചിതമായ ഒരു സങ്കീർത്തനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ശക്തനായ രാജാവായ ദാവീദിനെ കുറിച്ച് എല്ലാ യഹൂദരും അഭിമാനിക്കുന്നത് പോലെ അപ്പസ്തോലന്മാരും അവിടെ കൂടിയിരുന്ന ആ പറയുന്ന യൂതന്മാരും എല്ലാവരും അഭിമാനിച്ചിരുന്നു ഈ ദാവീദിനെ കുറിച്ച്. ദാവീദിൻ്റെ സങ്കീർത്തനം 16-ാം സങ്കീർത്തനം വളരെ വ്യക്തമായി ഇവരുടെ പ്രാർത്ഥനകളിൽ, യാമപ്രാർത്ഥനകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അപ്പോൾ ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്നും ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം പറയുന്നത്. ദാവീദിൻ്റെ ഒരു ദൈവത്തോടുള്ള കീർത്തനം പാടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന് ഇവർ കരുതുകയും ചിന്തിക്കുകയും ചെയ്തൊരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 16. അതിൻ്റെ 8-ാം വാക്യം മുതൽ, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു, അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഇത് ദാവീദ് തന്നെക്കുറിച്ച് തന്നെ, ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് തന്നെക്കുറിച്ച് പറഞ്ഞതാണോ? എന്നെ പാതാളത്തിൽ തള്ളാതെ എന്നെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണോ പറഞ്ഞത്? അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരുവനെയും ദൈവം വിടത്തില്ല എന്ന പ്രത്യാശയിൽ ദാവീദ് പാടിയതാണോ, ആരാധിച്ചതാണോ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉപയോഗിച്ച വാക്കുകളാണോ? ഇങ്ങനെ ആ ചിന്തയുള്ള ജനത്തിൻ്റെ നടുവിലേക്ക് ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് പത്രോസിലൂടെ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചൊല്ലുകയും ചെയ്യുന്ന സങ്കീർത്തനം, നിങ്ങൾക്ക് പരിചിതമായ 16-ാം സങ്കീർത്തനം, ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിനെയാണ് വ്യക്തതയോടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നെ പാതാളത്തിൽ തള്ളത്തില്ല, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ ഇടവരുത്തത്തില്ല, ദൈവം അവൻ്റെ വലതുഭാഗത്തുണ്ട്, ദൈവസന്നിധിയിൽ അവനെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പത്രോസ് ഇവിടെ എടുത്ത് അവരോട് പറഞ്ഞു വയ്ക്കുന്നത്. ഈ 3-4 വാക്യത്തിലൂടെ വളരെ വ്യക്തമായി അവർ ഉപയോഗിക്കുകയും അവർ വിശ്വസിക്കുകയും അവർ ശ്രേഷ്ഠമായി കരുതുകയും ചെയ്യുന്ന അവരുടെ വിശുദ്ധ ലിഖിതം വെച്ച് തന്നെ യേശു ക്രിസ്തുവിനെ രക്ഷകനും മിശിഹായുമാണ് എന്ന ബോധ്യം അവിടെയുള്ള ജനത്തിന്, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തു ആരാണ് എന്ന ബോധ്യം അവർക്ക് കൊടുക്കുകയാണ് പത്രോസ് തൻ്റെ പ്രസംഗത്തിൽ ആദ്യത്തെ ചെയ്യുന്ന പ്രവൃത്തി. അതായത് അവർ തള്ളിക്കളഞ്ഞ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുകയും എന്നാൽ ആ ക്രിസ്തുവിനെ കുറിച്ച് അവരുടെ പുസ്തകങ്ങളിൽ തന്നെ, അവരുടെ പ്രവചനങ്ങളിൽ തന്നെ ഉള്ള ഒരു സംഭവത്തെക്കുറിച്ച് എടുത്തു കാണിക്കുകയാണ് പത്രോസ് ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി. സ്വാഭാവികമായിട്ടും അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല, അല്ലെങ്കിൽ അവർക്കതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെ തള്ളിക്കളയാതിരിക്കാൻ ഒരു പ്രാക്ടിക്കലി ഒരു ഉദാഹരണം കൂടെ ഇതാ പത്രോസോട് എടുത്തു വയ്ക്കുകയാണ്. അതിൻ്റെ 29-ാം വാക്യം, സഹോദരരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് നിങ്ങളോട് ധൈര്യപൂർവ്വം പറയാൻ എന്നെ അനുവദിക്കുക. അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു, അവൻ്റെ കല്ലറ ഈ ദിവസം വരെ നമ്മളുടെ ഇടയിലുണ്ടല്ലോ. ഇവിടെ വ്യക്തമായിട്ട് പത്രോസ് എടുത്തു വയ്ക്കുന്നൊരു വിഷയം, നമുക്ക് ആരെ അറിയാം? ദാവീദിനെ അറിയാം. ദാവീദ് മരിച്ചു, അവൻ സംസ്കരിക്കപ്പെട്ടു, അവൻ്റെ കല്ലറ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്, ഇന്നും നമ്മുടെ നടുവിലുണ്ട്. ഇന്നും നമ്മൾ ആ കല്ലറയെ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആ കല്ലറയെ ദാവീദിൻ്റെ കല്ലറയായി തന്നെ കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് പത്രോസ് എടുത്തു വയ്ക്കുകയാണ്. ഇങ്ങനൊരു വാക്യം പത്രോസ് പറയാനുള്ള വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു തുറന്ന കല്ലറയാണ് പത്രോസിൻ്റെ മുൻപിലുള്ള ഏറ്റവും വലിയ സാക്ഷ്യം. കാരണം ഇതുപോലെ തന്നെ ദാവീദിൻ്റെ പുത്രൻ എന്ന് ഹോസാന വിളിച്ച് അവനെ ബഹുമാനിക്കുകയും വളരെ ശ്രേഷ്ഠമായി ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയും എന്നാൽ 3-ാം ദിവസം
അടുത്ത ആഴ്ചയിൽ ഒരാഴ്ചയ്ക്ക് ശേഷം പെസഹായിലേക്ക് കടന്നു വന്നപ്പോൾ അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞ അതേ ജനത്തിൻ്റെ നടുവിൽ ഇതാ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയെ ദാവീദ് ചൂണ്ടിക്കാണിക്കുക. അവൻ മരിച്ചവനല്ല, എന്നാൽ അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തവനാണെങ്കിലും അവൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു, അവൻ്റെ കല്ലറ ശൂന്യമായി കിടക്കുന്നു എന്ന് സകല ഇസ്രായേൽ ജനത്തിനും അറിയാവുന്ന ഒരു നേർസാക്ഷ്യം ഇതാ ദാവീദിൻ്റെ ആ ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് പത്രോസ് എടുത്തു വയ്ക്കുക. നമ്മുടെ പൂർവ്വപിതാവായ ഗോത്രപിതാവായ ദാവീദ്, രാജാവായ ദാവീദ് മരണപ്പെട്ടു, സംസ്കരിക്കപ്പെട്ടു, എന്നാൽ അവൻ്റെ കല്ലറ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന, നിങ്ങൾ നിയമനിഷേധികളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത, നിങ്ങൾ അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനെ കൊല്ലുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തുവെങ്കിലും അവൻ്റെ കല്ലറ ഇന്ന് ശൂന്യമായി കിടക്കുക. അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ കല്ലറ ശൂന്യമാണ് എന്ന് ഇസ്രായേൽ ജനം മുഴുവൻ അറിയാവുന്ന ഒരു വിഷയത്തെ എടുത്തു വെച്ചുകൊണ്ട് പറയുകയാണ്. അവൻ്റെ ശരീരം ദൈവം ജീർണിക്കാൻ അനുവദിച്ചില്ല, അവനെ പാതാളത്തിൽ തള്ളാൻ ദൈവം അനുവദിച്ചില്ല. അതാകട്ടെ സങ്കീർത്തനത്തിൽ ദാവീദ് അവൻ്റെ രക്ഷയെ, അനുഗ്രഹത്തെ, അവൻ്റെ നിത്യജീവനെ, അവൻ്റെ വീണ്ടും വരവ് എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ദാവീദ് പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനമാണ് ഈ പറയുന്ന 16-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം മുതൽ അവൻ്റെ ആത്മാവിനെ, അവൻ്റെ ശരീരത്തെ പോലും ജീർണിക്കാൻ അനുവദിക്കാതെ, അവൻ്റെ ശരീരത്തെ ദ്രവത്വം കാണാൻ അനുവദിക്കാതെ സൂക്ഷിക്കുന്നു എന്ന് വ്യക്തമായിട്ട് ആരിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്? പത്രോസ് തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളും ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ക്രിസ്തു നമുക്ക് മരിച്ചവൻ മാത്രമാണോ? ഒരു ക്രൂശിൽ ഒരു പരാജയം എന്ന് ലോകം പറയുന്ന തരത്തിൽ നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചവൻ മാത്രമാണോ, അതെയോ ഉയർപ്പിക്കപ്പെട്ടവൻ കൂടിയാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. പലപ്പോഴും നമ്മൾ പ്രഘോഷിക്കുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നൊരൊറ്റ വിഷയത്തിൽ അവസാനിക്കുക. അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്നതിൽ അവസാനിക്കേണ്ടതല്ല സുവിശേഷം. പകരം അവൻ എനിക്ക് വേണ്ടി മരിച്ചെങ്കിലും അവൻ ദ്രവത്വം കാണാതെ, അവൻ പാതാളത്തിൽ അവൻ്റെ ശരീരം ജീർണിക്കാൻ അനുവദിക്കാതെ ദൈവം അവൻ്റെ വലിയ മേഖല അല്ലെങ്കിൽ വലിയ സ്ഥാനം വ്യക്തമാക്കി ലോകത്തിൻ്റെ മുൻപിൽ വെളിപ്പെട്ടു. എൻ്റെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കത്തില്ല എന്ന് ദാവീദിൻ്റെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് യേശുവിൻ്റെ കല്ലറ ശൂന്യമായി കിടക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ പത്രോസ്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ദുഃഖവെള്ളിയാഴ്ച വളരെ ആഘോഷപൂർണ്ണമായിട്ട് കൊണ്ടാടും. ദുഃഖവെള്ളിയാഴ്ച കൊണ്ടാടി ദുഃഖ ശനിയാഴ്ചയിലേക്ക് കടന്നു വരുമ്പം ഇറച്ചി മീനൊക്കെ വാങ്ങി ഈസ്റ്റർ ദിനത്തിലേക്ക്, ഈസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉയർപ്പ് ഞായറിലേക്ക് നമ്മൾ കടന്നു വരുമ്പം യാതൊരുവിധ മുൻധാരണയും ഇല്ലാതെ അടുത്ത ഭക്ഷണത്തിലേക്കും ആഘോഷങ്ങളിലേക്കും മാത്രം മുൻപോട്ട് പോയിക്കൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരു പാതിരയ്ക്ക് ഒരു 4, 3, 7 പേര് അറിയാവുന്ന രീതിയിൽ ആരും കേൾക്കാതെ വിളിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് ഇന്ന് നമ്മുടെ സ്വാഭാവികമായ രീതി. നമ്മൾ നോക്കുക, ദുഃഖവെള്ളിയാഴ്ച നമ്മൾ പരിഹാര പ്രദക്ഷിണമായി ഒരു ശരീരം, ഒരു ജഡമായ അല്ലെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്ന ഒരു ശവപ്പെട്ടിയിൽ കിടക്കുന്ന മുല്ലപ്പൂവൊക്കെ ധരിപ്പിച്ച് വലിയ ലോറിയോ ജീപ്പോ ടെമ്പോയോ ഒക്കെയായി വലിയ കോളാമ്പിയും സ്പീക്കറുകളും ആംപ്ലിഫയറുകളും എല്ലാം വെച്ച് വിലാപയാത്രയായി വലിയ വേദനയോടുകൂടെ കൊണ്ടു നടക്കുന്ന, അയ്യോ ഞങ്ങളുടെ കർത്താവ് മരിച്ചുപോയേ എന്ന് ലോകം മുഴുവൻ, സകല വിജാതീയരും സകല സ്വജാതീയരും എല്ലാവരും കേൾക്കെ ഇതിങ്ങനെ വിളിച്ചു പറയും. എന്നാൽ ഉയർപ്പിൻ്റെ അന്ന് രാത്രി ആരും കേൾക്കാതെ ആ പള്ളിക്ക് ചുറ്റും മാത്രം ഒരു ചെറിയ വിഗ്രഹമെടുത്ത് പ്രദക്ഷിണം നടത്തി അവസാനിപ്പിച്ച് നമ്മുടെ ഭോജന ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു പോകും. അടുത്ത മദ്യപാന ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു പോകും. ഇതൊരിക്കലും ന്യായമാണോ എന്ന് നമ്മളൊന്ന് സ്വയം പരിശോധിക്കുക. കാരണം മരിച്ച ഒരു ക്രിസ്തു മാത്രമല്ല ഇവിടെ പത്രോസ് അവൻ്റെ ആദ്യത്തെ പ്രഘോഷണത്തിൽ എടുത്തു വയ്ക്കുന്നത്, ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ അവിടെ കാണിക്കുന്നത്. കാരണം അവർ ക്രൂശിച്ചുവെന്നും അവർ നിയമനിഷേധികൾക്ക് വിട്ടുകൊടുത്തുവെന്നും അവർക്ക് കുത്തുകൊള്ളാൻ തരത്തിൽ അവരുടെ ഹൃദയത്തിൽ നൊമ്പരമുണ്ടാക്കാനും മനസ്താപിച്ച് അവർ തിരിച്ചു വരുവാനും വ്യക്തമായ പ്രബോധനം കൊടുത്ത് പത്രോസ് അവിടെ അവസാനിപ്പിക്കുകയല്ല. പകരം അവൻ്റെ ശരീരം ജീർണിക്കാതെ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ട പ്രവചനങ്ങളുടെ പൂർത്തീകരണം സംഭവിച്ചു എന്ന് വ്യക്തമായി ഇതാ പത്രോസ് ലോകത്തോട്, ഇസ്രായേൽ ജനത്തോട്, യേശുവിനെ തള്ളിക്കളഞ്ഞവരോട് വെളിപ്പെടുത്തി അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം വലിയൊരു പ്രസംഗത്തിൻ്റെ മേഖലയാണ് ഇവിടെ പത്രോസ് നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്.
എന്താണ് നമുക്ക് നൽകുന്ന സാക്ഷ്യം? ക്രിസ്തു അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന സാക്ഷ്യം നമ്മൾ ഒരിക്കലും പറയാൻ മറക്കരുത്. അത് ലോകത്തോട് വിളിച്ചു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് നമ്മളിവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പത്രോസിലൂടെ ഒരു പ്രാക്ടിക്കൽ സൈഡിലൂടെ നമ്മളെ കാണിച്ചു തരികയാണ്. അതിന് 29-ാം വാക്യം മുതൽ നമ്മൾ വീണ്ടും വായിക്കുമ്പം, സഹോദരരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് നിങ്ങൾ ധൈര്യപൂർവ്വം പറയാൻ എന്നെ അനുവദിക്കുക എന്ന് പറയുകയും, അവൻ മരണപ്പെട്ടു, എന്നാൽ അവൻ്റെ കല്ലറ ഇവിടെയുണ്ട്, എന്നാൽ തുറന്ന ഒരു കല്ലറയാണ് ക്രിസ്തുവിൻ്റേത് എന്ന് തുറക്കപ്പെട്ട, ഇന്നും മരണത്തിനോ മറ്റൊന്നിനോ കീഴ്പ്പെടുത്താൻ കഴിയാതെ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ നമ്മൾ ഒരുക്കമായിരിക്കണം. നമ്മളെ അതിന് ദൈവം ബലപ്പെടുത്തണമെന്ന് വ്യക്തമായി ഇതാ പത്രോസ് നമ്മുടെ മുൻപിൽ വെക്കുക. ഇനി 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ് ഇവിടെ പറഞ്ഞ വാക്യം വളരെ വ്യക്തമാണ്. അവൻ, ദാവീദ്, പ്രവാചകനായിരുന്നതിനാൽ തൻ്റെ സന്തതികളിൽ ഒരുവനെ തൻ്റെ സിംഹാസനം ഉപോഷ്ടനാക്കുമെന്ന് ദൈവം അവനോട് ശപഥം ചെയ്ത് പറഞ്ഞത് അവൻ അറിഞ്ഞു, അവനത് വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല, അവൻ്റെ ശരീരം ജീർണത കണ്ടുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞത്. ഇവിടെ പത്രോസ് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ദാവീദ് ക്രിസ്തുവിൻ്റെ ഉദ്ധാനം കണ്ടു. യേശുവിൻ്റെ ഉദ്ധാനത്തെ കണ്ടവനാണ് ദാവീദ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട. സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ സ്തെഫാനോസ് പറയുന്നുണ്ട്, മോശ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെ കണ്ടു. ഇത് പത്രോസ് പറയുകയാണ്, ദാവീദ് ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെ കണ്ടു. പത്രോസ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, വീണ്ടും അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 11 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തു സഹിക്കേണ്ടി വരുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. അവരാകട്ടെ അത് എപ്പോഴെന്നും എങ്ങനെയെന്നും ആരായുകയും ചെയ്തു. അവർ തങ്ങളെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ആ രക്ഷാമാർഗത്തെക്കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടിരുന്നു. അവർ അത് വെളിപ്പെടുത്തിയിരുന്നു, അവരുടെ പ്രവചനങ്ങളിൽ ഉണ്ടായിരുന്നു. അതെപ്പോഴെന്നും എങ്ങനെയെന്നും അവരാരായുകയും അന്വേഷിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പത്രോസ് തൻ്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെപ്പറ്റി മുൻകൂട്ടി അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു എന്നാണ് പത്രോസ് തൻ്റെ ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, പഴയ നിയമ പ്രവാചകന്മാർക്ക് ഒരു ലിമിറ്റഡ് റെവലേഷൻ അല്ലെങ്കിൽ പ്രവചനങ്ങളിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റെവലേഷനും ഉണ്ടായിരുന്നു. ഇതാ ദാവീദും മോശയുമൊക്കെ കൃത്യമായി ക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ച് വളരെ വ്യക്തമായി അവൻ്റെ പ്രവചനങ്ങളിൽ പറയുകയാണ്. അപ്പോൾ ദാവീദ് കണ്ടതാണിത്, ഇത് മോശ കണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രോസ് അവരിലേക്ക് തൻ്റെ സുവിശേഷത്തെ കൊടുക്കുന്നത്. നിങ്ങൾ അഭിമാനിക്കുന്ന, നിങ്ങൾ ബഹുമാനിക്കുന്ന ദാവീദും മോശയും പ്രവാചകന്മാരും സകലരും കണ്ട മിശിഹായെയാണ് നിങ്ങൾ തള്ളിക്കളഞ്ഞത് എന്നാണ് പത്രോസ് അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു അഗ്നികുണ്ഡം എന്നുള്ളത് നമുക്ക് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 31-ാം വാക്യത്തിൽ, അതുകൊണ്ട് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല, അവൻ്റെ ശരീരം ജീർണത കണ്ടുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ്. ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർപ്പിക്കപ്പെട്ട് പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം സ്വീകരിച്ച് അവൻ ഈ ആത്മാവിനെ വർഷിക്കുന്നു. അത് നിങ്ങൾ ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇവിടെ പത്രോസ് പറയുകയാണ്, നിങ്ങൾ അവഹേളിച്ച, നിങ്ങൾ മദ്യപിച്ച് മതോന്മത്തരായി എന്ന് ആരോപണം ഉന്നയിച്ച ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ആരാധനയാണ്. ആ പരിശുദ്ധാത്മാകട്ടെ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിലുള്ളതാണ്, യേശുവിൻ്റെ വാഗ്ദത്തമാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ സഹായകൻ നിങ്ങളുടെ മേൽ വരുമെന്നുള്ള വാഗ്ദത്തം. ആ വാഗ്ദത്തമാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ആ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണമാണ് പരിശുദ്ധാത്മാവിലുള്ള ആരാധന ഞങ്ങളുടെ ഇടയിൽ സംഭവിച്ചത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മദ്യപിച്ച സംഭവമല്ല. അതാകട്ടെ നിങ്ങളുടെ പൂർവ്വപിതാവായ ദാവീദും മോശയും സകല പ്രവാചകന്മാരും പ്രവചിക്കുകയും അറിയുകയും ആരായുകയും മനസ്സിലാക്കുകയും ചെയ്ത വിഷയമാണ് എന്നുള്ളതാണ് ഇവിടെ യഹൂദ ജനത്തിന് മുൻപിലേക്ക് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആർക്ക് ഇത് താങ്ങാനാകും? അവരുടെ ഹൃദയത്തിൽ വലിയ വേദന ഉണ്ടാകും സ്വാഭാവികമായിട്ടും. കാരണം അവർ തള്ളിക്കളഞ്ഞ മിശിഹായെക്കുറിച്ച് അവരുടെ ഹൃദയത്തിൽ വലിയ വേദന ഉണ്ടാക്കും. ഇതുകൊണ്ടും പത്രോസ് നിർത്തുന്നില്ല. കാരണം 34-35 വാക്യങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. ദാവീദ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തില്ല, എങ്കിലും അവൻ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുക. ഇവിടെ പത്രോസ് വളരെ വലിയൊരു ചോദ്യം, ഒരു ചിന്താക്കുഴപ്പം അവരുടെ ഇടയിലേക്ക് ഉണ്ടാക്കുക. അതായത് ഒരു ക്രിസ്റ്റോളജിക്കൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ തിയോളജിക്കലി ഉള്ള ഒരു വലിയ ചോദ്യം
ഒരു കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള ഒരു ചോദ്യം അവരുടെ മുൻപിലേക്ക് കടത്തി വെക്കുക, അവരുടെ മുമ്പിലേക്ക് ചോദിക്കുക. സങ്കീർത്തനം 110 കാണുന്ന ഒരു വാക്യമാണ്, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് തിരിക്കുക. ഇവിടെ കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. ഏകസത്യദൈവമായി യഹോവയെ മാത്രം ആരാധിക്കുന്ന, ദൈവമേകനെന്ന് മാത്രം പ്രഘോഷിക്കുന്ന, ദൈവമേകനെന്ന് മാത്രം അണ്ടർസ്റ്റുഡ് ചെയ്തിരിക്കുന്ന യഹൂദ ജനത്തിന് നടുവിൽ ഇതാ ദാവീദ് പ്രവചനാത്മാവിൽ 110 സങ്കീർത്തനം എഴുതുമ്പോൾ അവിടെ കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. അവിടെ 2 കർത്താക്കന്മാരെ കാണാം. അതായത് അധികാരി എന്നോ സർവാധിപൻ എന്നോ ഒക്കെ ഉദ്ദേശിക്കുന്ന കർത്താവ് എന്ന വാക്ക് 2 പ്രാവശ്യം അവിടെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ യഹോവ എന്ന വാക്ക് 2 പ്രാവശ്യം അവിടെ കാണാൻ സാധിക്കും. യഹോവ എൻ്റെ യഹോവയോടൊന്നോ, കർത്താവ് എൻ്റെ കർത്താവിനോടൊന്നോ, യഹോവ എൻ്റെ കർത്താവിനോടൊന്നോ, ഇങ്ങനെ 2 പ്രാവശ്യം. അപ്പോൾ 2 വ്യക്തിത്വങ്ങളെ അവിടെ കാണാൻ സാധിക്കും, 2 ആളത്വങ്ങളെ അവിടെ കാണാൻ സാധിക്കും. ഇത് ആരാണ്, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊരു വലിയ ചിന്താക്കുഴപ്പം ഏക ദൈവത്തെ ആരാധിക്കുന്ന, ദൈവമേകനെന്ന് പ്രഘോഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന യഹൂദരുടെ നടുവിലേക്കാണ് ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. ആര്? പ്രവാചകനായ അല്ലെങ്കിൽ ആദിമസഭയുടെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം നടത്തുന്ന അപ്പസ്തോലനായ പത്രോസ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതൊരു കോൺട്രഡിക്ഷൻ ആയിട്ടല്ല പത്രോസ് ഇവിടെ എടുത്തു വയ്ക്കുന്നത്, പകരം ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇനി ആ പറയുന്ന കാര്യത്തിന് മുൻപ് പത്രോസ് എടുത്തു വെക്കുന്നൊരു കാര്യം, ദാവീദ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തിട്ടില്ല. അതായത് അവൻ്റെ കല്ലറ എവിടെയുണ്ട്, അവനിപ്പോഴും ആ കല്ലറയിൽ, അല്ലെങ്കിൽ ആ കല്ലറ അവിടെ കിടക്കുകയാണ്. ഇനി ആ കല്ലറ അവിടെ കിടക്കുമ്പോൾ തന്നെ, അവൻ ഉദ്ധാനം ചെയ്യാതിരിക്കുമ്പോൾ തന്നെ, അവൻ്റെ ശരീരം ജീർണിക്കുകയോ എന്തോ സംഭവിക്കുകയോ ചെയ്തപ്പോൾ തന്നെ സ്വർഗത്തിൽ നടക്കുന്നൊരു കാര്യത്തെ പ്രവചനാത്മാവിൽ ദാവീദ് എഴുതുകയാണ്, കർത്താവ് എൻ്റെ കർത്താവിനോട്. അപ്പൊ ദാവീദ് സ്വർഗത്തിൽ പോയി കേട്ടതാണോ? ഒരു കർത്താവ് ദാവീദാണോ? നോ, അല്ല. ഒരു തരത്തിലും അത് ദാവീദിനെ അല്ല. അതായത് രാജാവായ, ഇസ്രായേലിൻ്റെ ശ്രേഷ്ഠനായ രാജാവായ ആ അധികാരത്തെ അല്ല അവിടെ സൂചിപ്പിക്കുന്നത്. പകരം ദാവീദ് സ്വർഗത്തിൽ കയറിയിട്ടില്ല, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ക്രിസ്തുവിനെ കുറിച്ച്, സ്വർഗത്തിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ദാവീദ് പ്രവചനാത്മാവിൽ എഴുതുകയാണ്, കർത്താവ് എൻ്റെ കർത്താവിനോട്. ഇത് സത്യം പറഞ്ഞാൽ വലിയൊരു കോൺട്രഡിക്ഷൻ ആകേണ്ട ഒരു സംഭവം വളരെ വ്യക്തതയോടെ അവരുടെ നിയമപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന, അവരുടെ സങ്കീർത്തനത്തിലുള്ള, അവർ പാടി ആരാധിക്കുന്ന ഒരു പ്രബോധനത്തിലുള്ള, ഒരു കീർത്തനത്തിലുള്ള ഒരു വാക്യമെടുത്ത് ഇത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പത്രോസ് എടുത്തു കാണിക്കുന്നത്. അതിൻ്റെ 36-ാം വാക്യം, അതിനാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ഭവനം മുഴുവൻ ഉറപ്പായി അറിയട്ടെ. നിങ്ങളിത് അറിയണം. നിങ്ങൾ തള്ളിക്കളഞ്ഞ ക്രിസ്തു ആരാണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനും നിങ്ങളുടെ അനുഗ്രഹത്തിനും രോഗസൗഖ്യത്തിനും മാത്രം ഉപയോഗിച്ച ക്രിസ്തു ആരാണെന്ന് നിങ്ങൾ അറിയണം. ആ ക്രിസ്തു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കേവലം ഒരു മനുഷ്യനല്ല, കേവലം ഒരു പ്രവാചകനല്ല, കേവലം ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവൻ മാത്രമല്ല. അവൻ മിശിഹായും, അവൻ കർത്താവും, അവൻ രക്ഷിതാവും, രാജാവും, പിതാവും, പുത്രനുമാകുന്ന ആ ദൈവശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് വളരെ വ്യക്തതയോടെ ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറയുന്ന ഒരു പത്രോസിനെ നമ്മളിവിടെ കാണുന്നത്. അവരുടെ പ്രവചന പുസ്തകങ്ങളിൽ നിന്നും, അവർ വിശ്വസിക്കുന്ന ഓരോ വാക്യങ്ങളിൽ നിന്നെടുത്ത് അവരുടെ ഹൃദയത്തിലേക്ക് ക്രിസ്തു ആരാണെന്നുള്ള ബോധ്യം വെച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ തള്ളിക്കളഞ്ഞ, നിങ്ങൾ ക്രൂശിക്കാൻ വിട്ടുകൊടുത്ത, നിയമനിഷേധികളുടെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു, അവൻ പിതാവായ ദൈവം ഏറ്റുപറഞ്ഞ, എൻ്റെ വലതുഭാഗത്തുണ്ട് എന്ന് ഏറ്റുപറഞ്ഞ ക്രിസ്തു പുത്രനാണ് എന്ന് വ്യക്തമായി ഇത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വളരെ വ്യക്തതയോടെ അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പരിധിവരെ ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും, ഈ വചനത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ചേർന്ന് വയ്ക്കുമ്പോഴും ഞാൻ ചിന്തിക്കുന്നൊരു വിഷയം ഇതാണ്. ഇന്ന് ഏതെങ്കിലും ഒരു ക്രിസ്തീയ വിശ്വാസിയോട് ദൈവവചനത്തെക്കുറിച്ചോ, വചനത്തിൽ പഴയ നിയമത്തിലൊരു സംഭവത്തെക്കുറിച്ചും അതിന് അനുകൂലമായ ഏതെങ്കിലും ഒരു കാര്യം പുതിയ നിയമത്തിലൊരു വാക്യത്തെക്കുറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ചർച്ചയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ, അയ്യോ ഇവൻ വിഘടനം ഉണ്ടാക്കാൻ വന്നവനാ, അയ്യോ വിശ്വാസികളുടെ ഉള്ള വിശ്വാസം കൊണ്ട് നശിപ്പിക്കത്തല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കല്ലേ, അയ്യോ ഇങ്ങനെയൊക്കെ പറയല്ലേ, ഉള്ള വിശ്വാസം കൂടി ഇവരുടെ മേൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്ന ഒരു തലമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ കുർബാനയെക്കുറിച്ചൊരു ചോദ്യം ഇങ്ങനെ സംസാര വിഷയം വന്നു കഴിഞ്ഞപ്പം ഞാൻ പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകത്തിൽ കിടക്കുന്നൊരു ചോദ്യം എടുത്തിട്ടു. ആ ചോദ്യം വേറെ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ രക്തം ഭക്ഷിക്കരുത്, കാരണം രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ വിശുദ്ധ കുർബാനയിലെ രക്തം നമ്മൾ ഭക്ഷിക്കും? ഈ ഒരു ചോദ്യമാണ് ഞാനവിടെ എടുത്തു വെച്ചത്. കാരണം വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ രക്തം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഈ ഒരു തലത്തിൽ നമുക്ക് എങ്ങനെ യേശുവിൻ്റെ കൽപ്പനയെ, ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ഈ രക്തത്തെ ഭക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യമാണ് ഞാനവിടെ ഉന്നയിച്ചത്.
ഈ ചോദ്യം ഒന്ന് ഉന്നയിച്ചതോടൊപ്പം പെട്ടെന്ന് ഗ്രൂപ്പ് ക്ലോസ് ആവുന്നു, വാട്സാപ്പ് അതിന് ലോക്കാവുന്നു, അതിൻ്റെ അഡ്മിന് മാത്രം സംസാരിക്കാവുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. അതിനുശേഷം അഡ്മിൻ പറയുന്നു, ഇത്തരം ചോദ്യങ്ങളൊക്കെ നീ നിൻ്റെ വീട്ടിൽ പോയി ചോദിക്കും, ഇങ്ങനെയൊന്നും ഇവിടെ ചോദിക്കാൻ പറ്റില്ല. ഇവിടെ അല്പവിശ്വാസികൾ, പാവപ്പെട്ട വിശ്വാസികളെ അവരുടെ വിശ്വാസത്തെ വഴിതെറ്റിക്കാനാണോ നീ കടന്നു വന്നിരിക്കുന്നത്? ഞാൻ സത്യം പറഞ്ഞ വിശുദ്ധ കുർബാനയ്ക്കെതിരെ ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ല. ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ ശരീരവും രക്തവും തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ വരുന്നത്. അല്ലാതെ പെന്തക്കോസ്ത് തിയോളജിയിൽ യാതൊരു കാര്യത്തെയും ഞാനതിൽ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. കാരണം വെറും 100 വർഷമായി പഠനത്തിൻ്റെ ആധിക്യത്തിൽ അവർക്ക് പറ്റിയ തെറ്റുകളാണതെന്ന് ഞാൻ വിശ്വസിക്കുകയും പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുകയും ചെയ്തിട്ടുള്ളത്. യേശുവിൻ്റെ ശരീര രക്തങ്ങൾ തന്നെയാണ് വിശുദ്ധ കുർബാനയിലുള്ളത്. ആ രക്തം ഭക്ഷിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം ക്രിസ്തുവിലാണ് ജീവനിരിക്കുന്നത്. യേശുവിൻ്റെ രക്തത്തിലാണ് ജീവനുള്ളത്. നീ മൃഗത്തിൻ്റെ രക്തം ഭക്ഷിച്ച് നീ വഴിതെറ്റി പോകേണ്ടവനല്ല, നീ നിത്യതയിൽ നിന്നും അകന്നു പോകേണ്ടവനല്ല, മരണത്തിലേക്ക് പോകേണ്ടവനല്ല. കാരണം മൃഗത്തിൻ്റെ രക്തത്തിൽ ആ മൃഗത്തിൻ്റെ ജീവനായിരിക്കുന്നത്, അതൊരിക്കലും നിത്യമല്ല. നിനക്ക് വേണ്ടത് നിത്യമായ ജീവനാണ്, നിത്യമായ ജീവൻ. കാരണം രക്തമാണ് പാപപരിഹാര ബലിയായി ദൈവം നിയോഗിച്ചത്. ആ രക്തം ഇന്ന് നമ്മിലേക്ക് കടന്നു വരികയാണ്. ആ രക്തം വ്യക്തമായി നമ്മിലേക്ക് കടന്നു വരികയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് യാതൊരുവിധ അടിസ്ഥാന ബോധവുമില്ലാതെ എന്തൊക്കെയോ ഭയപ്പെടുത്തി പേടിപ്പിച്ച്, അയ്യോ മക്കളെ നിങ്ങളൊന്നും ചെയ്യരുത്, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്, അങ്ങോട്ട് നോക്കരുത് എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വിശ്വാസം മാത്രമുള്ള വിശ്വാസികളുടെ ഇടയിലേക്ക് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ സ്വാഭാവികമായും അവരുടെ ഉള്ള വിശ്വാസം പോലും പോയി പോകുമോ എന്ന് ഭയന്നാണ് അഡ്മിൻ ക്ലോസ് ചെയ്തത് ആ ഗ്രൂപ്പ്. എനിക്ക് അഡ്മിനോട് പരാതിയൊന്നുമില്ല, കാരണം അദ്ദേഹത്തിന് അറിയാം അവിടെയുള്ള വിശ്വാസികളുടെ അവസ്ഥ അത്രത്തോളം പരിതാപകരമാണ്. എന്തെങ്കിലും ഒന്ന് ആഞ്ഞു തുമ്മിയാൽ തെറിച്ചു പോകുന്ന വിശ്വാസമാണ് അവരുടെ ഉള്ളിലുള്ളത് എന്ന് അഡ്മിന് വ്യക്തമായിട്ട് അറിയാം. പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കരുത് ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചപ്പോൾ അത് അവസാനിപ്പിക്കാം, ഓക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ക്ലോസ് ചെയ്യാം, അതുകൊണ്ട് അത് അവസാനിക്കുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പുതിയ തലമുറ ഇന്ന് കടന്നു ചെല്ലുന്നത് എവിടേക്കാണ് എന്നൊരു ചിന്ത നമ്മളിന്ന് പങ്കുവെക്കണം. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ അനാവശ്യമായും ആവശ്യമായും അനേക കാര്യങ്ങൾ വ്യക്തതയില്ലാതെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന ചില സ്ഥലങ്ങളിലാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ പല ആരോപണങ്ങളും കേൾക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസം എത്രത്തോളം പോയി പോകും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യൂറോപ്പിലും മറ്റു പോകുമ്പോൾ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരുമിച്ച് കഴിയുകയും ഒരുമിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്ന സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഒരുപാടുണ്ടാകാം. അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തു പോയി പഠിക്കുന്ന നേഴ്സിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരുപാട് പിള്ളേരുടെ കൂടെ വസിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവരൊരു പക്ഷേ മറ്റു മതത്തിലുള്ളവരാകാം. അവരെ ചെറുപ്പം മുതൽ ഇത്തരം വാക്യങ്ങൾ എടുത്തു വെച്ച് ബൈബിളിലെ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞ് അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്ത ഈ വെറുപ്പിൻ്റെ മേഖല വ്യക്തമായുള്ള പലവിധ വിശ്വാസികളും മത ആചാരകരും അല്ലെങ്കിൽ തീവ്രവാദികൾ പോലും ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ പഠിക്കുകയും ഒരുമിച്ച് സമയം ചെലവഴിക്കുകയും ചെയ്യേണ്ട അവസ്ഥകളാണ് ഇന്ന് മുമ്പിലുള്ളത്. അപ്പോൾ അവരുടെ മുമ്പിൽ അവരുടെ വിശ്വാസം എത്രത്തോളം സംഭവിക്കും? ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് ക്ലോസ് ചെയ്യാം, കുഴപ്പമില്ല, അഡ്മിനുള്ളിയാക്കാം. പക്ഷേ നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് ഒരു മറയും വെക്കാൻ പറ്റത്തില്ല. അവരിലേക്ക് കടന്നു വരുന്ന ഇത്തരം ശക്തമായ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ദൈവവചനം പഠിക്കാതെ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിക്ക് ഇന്ന് നിലനിൽപ്പില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഞാനിപ്പോൾ ഈ വിഷയം ഇവിടെ പറഞ്ഞു വെച്ചതിൻ്റെ കാരണം അപ്പസ്തോലനായ പത്രോസ് അവരുടെ നിയമപുസ്തകമായ സങ്കീർത്തനങ്ങളിൽ നിന്നും എടുത്തിട്ടാണ് വ്യക്തമായി അവരെ പഠിപ്പിക്കുന്നത്. ഇതാണ് ദൈവിക രഹസ്യങ്ങൾ നിറഞ്ഞ സത്യമെന്ന് അവരെ പഠിപ്പിക്കാൻ ഉപയോഗിച്ചത്. അവർ ഉപയോഗിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ ഈ ബൈബിൾ വിശ്വസിക്കുന്നു, നമ്മൾ ഈ ബൈബിള് ശ്രേഷ്ഠമായി കരുതുന്നു, ഇത് ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും അത് കേൾക്കാൻ സമയമില്ല. ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ അയ്യോ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, പോയി പോവും എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ക്ലോസ് ചെയ്യുന്നതാണ് ഇന്ന് കാണുന്ന പൊതുവായ രീതി. എത്രത്തോളം പരിതാപകരമാണ് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ മൂടി വെച്ചാൽ ഒരു ദിവസം അവർ വിശ്വാസം നഷ്ടപ്പെടും. തീർച്ചയായും അവർ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഈ സമൂഹം, ഈ പൊതുസമൂഹം ഒരിക്കലും നമുക്ക് വിശ്വാസത്തിന് അനുകൂലമായൊരു നിലപാടുകളിലല്ല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ദൈവവചനം വായിക്കുവാനും വചനം നമ്മുടെ ഹൃദയത്തിൽ പതിക്കുവാനും ആ വചനത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടുവാനും കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ വചനം അത് ജീവനാണ്, അത് ജീവനും ആത്മാവുമാണ് എന്ന് പറഞ്ഞതുപോലെ ആ ആത്മാവ് നമ്മളോട് ഇടപെടുവാൻ, ഈ വചനം നുറുക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമ്മൾ അപ്പം നുറുക്കുന്നവരാണ്, അനുദിനം അപ്പം നുറുക്കുന്ന ശുശ്രൂഷയിൽ ഏർപ്പെടുന്നവരുമാണ്. പക്ഷേ ഒരുവന് അപ്പം നുറുക്കണമെങ്കിൽ വചനം നുറുക്കാത്തവൻ അപ്പം നുറുക്കാൻ യോഗ്യനല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കാരണം ആ വചനമാണ് ആത്മാവും ജീവനുമുള്ളത്. ആ വചനം, ആത്മാവും ജീവനുള്ള വചനം
പരസ്പരം മനസ്സിലാക്കാനും ചിന്തിക്കുവാനും അത് വായിക്കുവാനും അത് ഹൃദയത്തിൽ ഗ്രഹിക്കുവാനും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ദൈവം കൃപ നൽകട്ടെ. ആ വചനം നുറുക്കുന്നവൻ ദൈവത്തിൻ്റെ അപ്പമായ ക്രിസ്തുവിൻ്റെ ശരീരം നുറുക്കി സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പം പ്രാപിച്ച് മുന്നോട്ട് നിത്യജീവനിലേക്ക് പോകുവാൻ, അവൻ്റെ രക്തം കൊണ്ട് വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും കൂടുതൽ ബലപ്പെടുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസിൻ്റെ പ്രസംഗം നമുക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.